ലാവ്ലിൻ കേസിൽ ഒന്ന് പ്രതിപട്ടികയിൽ പേര് ചേർത്തപ്പോ കേരളത്തിൽ ബന്ദ് പ്രഖ്യാപിച്ച പാർട്ടിയുണ്ട്. അറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് ഈ പാർട്ടിയെ കുറിച്ച് ഒരു ചുക്കും അറിയില്ല കേട്ടോ. ഈ പാർട്ടി ഒരു തീപ്പന്തമായി മാറും എന്ന് പ്രസംഗിച്ചവരുണ്ട്. ലാവ്ലിൻ കേസിൽ തുടർ വിചാരണയാകാമെന്നൊരു കോടതി വിധിച്ചപ്പോ അന്ന് പോടാ പുല്ലേ പോലീസ് എന്ന് പരസ്യമായി പറഞ്ഞവർ ഇന്ന് ഇടതുപക്ഷത്തിന്റെ കൺവീനർമാരായിട്ട് ഇരിപ്പുണ്ട്. അവരോട് മതി അഹങ്കാരത്തിന്റെയും തിട്ടൂരത്തിന്റെയും ഭാഷ. ഞങ്ങൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. SFIക്കാർക്കും CPMകാർക്കും ഒരു രീതി, അവരുടെ മുമ്പിൽ വിടുപണി, ഞങ്ങളുടെ മുമ്പിൽ ആക്രോശം, അത് നടക്കില്ല. SFIക്കാരന് കിട്ടുന്ന അവകാശങ്ങൾ KSUക്കാരന് കിട്ടണം. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു അവകാശവും ഔദാര്യത്തിന്റെയും ആവശ്യമില്ല. ഇവിടുത്തെ പ്രശ്നം എന്താണ് ഷാനി? ഒന്നാമത്തെ കാര്യം എന്താ? ഒന്ന്, ഇന്ന് കേരളത്തിന്റെ പരിണിതപ്രജ്ഞനായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നയിക്കുന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ഗോവിന്ദൻ പറയുകയാണ്, വ്യാജ സർട്ടിഫിക്കറ്റ് ആണ്. മിസ്റ്റർ ഗോവിന്ദൻ, നിങ്ങൾക്ക് എവിടെ നിന്നാണ് വിവരം കിട്ടിയത്? നിങ്ങൾ ഡോക്ടറാണോ? നിങ്ങൾ കണ്ടോ? നിങ്ങൾ ഏത് സർട്ടിഫിക്കറ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ് ഗോവിന്ദനെ പോലൊരാൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ കുറിച്ച് ഇറക്കുന്നത്? നിങ്ങൾ മുമ്പും കള്ളം പറയുന്ന ആളല്ലേ മിസ്റ്റർ? നിങ്ങൾ KK രമയെ അവിടുത്തെ MLA മാർ അടിച്ചുകൂട്ടി അവരുടെ ലിഗ്മെന്റ് പൊട്ടിയതുമായി ബന്ധപ്പെട്ട് ഒരു എക്സ്റേ റിപ്പോർട്ട് പുറത്തു വന്നപ്പോ നിങ്ങൾ ഗോവിന്ദൻ എന്ന് പറയുന്ന നിങ്ങൾ ഒരു MLA ആയ കമ്മ്യൂണിസ്റ്റുകാരിയായ KK രമയുടെ എക്സ്റേ റിപ്പോർട്ട് കളവാണ് എന്ന് പറയുകയും പിന്നീട് അത് കളവാണ്, നിങ്ങൾ പറഞ്ഞതാണ് കളവെന്ന് തെളിയുകയും ചെയ്തിട്ടും നിങ്ങൾ മാപ്പ് പറഞ്ഞ ആളല്ല. നിങ്ങൾ വലിയ ശാസ്ത്രീയ എക്സ്പെർട്ടൊന്നും ചമഞ്ഞ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസിനെയും നിങ്ങളെ മര്യാദ പഠിപ്പിക്കാനൊന്നും വരണ്ട. ഗോവിന്ദൻ SFIയുടെ കാര്യം നോക്കിയാൽ മതി. അത് നോക്കാൻ ഞങ്ങൾ വേറെ ആളുകളുണ്ട്. രണ്ടാമത്തെ കാര്യം, അക്രമത്തിന് പ്രേരിപ്പിച്ചു എന്നതാണോ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ നോക്കൂ ഷാനി, അക്രമത്തിന് കേരളത്തിൽ ആദ്യമായി പ്രേരിപ്പിച്ചതാരാ? കണ്ണൂർ ജില്ലയിൽ കരുതൽ തടങ്കലെടുത്ത കല്യാശ്ശേരിയിലെ കുട്ടികളെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കരിങ്കൊടി പ്രതിഷേധം നടത്തിയപ്പോ അവരെ ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ചും ഹെൽമറ്റ് കൊണ്ട് തകർത്തും ആ കുട്ടികളെ കൊല്ലാൻ ശ്രമിച്ചത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ കേരളത്തിലെ 12 ജില്ലകളിൽ അതിക്രമങ്ങളുമായിട്ട് SFIയും DYFIയും ഗൺമാൻമാരും കമ്പിപ്പാറയും മഴവുമായിട്ട് ഇറങ്ങിയത്? അങ്ങനെയാണെങ്കിൽ അക്രമത്തിന് പ്രേരിപ്പിച്ച ഒന്നാമത്തെ ആൾ പിണറായി വിജയനല്ലേ? പിണറായി വിജയനല്ലേ കേരളത്തിലെ അതിക്രമങ്ങൾക്കും അക്രമങ്ങൾക്കും പരസ്യമായിട്ട് ആഹ്വാനം ചെയ്തത്? 153 ക്ലോസ് A അനുസരിച്ച് അദ്ദേഹത്തിനെതിരെയല്ലേ കലാപാഹ്വാനത്തിന് കേസെടുക്കേണ്ടത്? പിണറായി വിജയനെതിരെ കേസെടുക്കണം. രണ്ടാമത്തെ പ്രശ്നം, പൊതുമുതൽ നശിപ്പിച്ചതാണോ രാഹുൽ മാങ്കൂട്ടം ചെയ്ത തെറ്റ്? അങ്ങനെയുണ്ടോ? എങ്കിൽ പറ. SFIയുടെയും DYFIയുടെ നേതാവ് എടുത്തിരിപ്പുണ്ടല്ലോ. രാഹുൽ മാങ്കൂട്ടം ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥനെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? രാഹുൽ മാങ്കൂട്ടം ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥന്റെ ലിഗ്മെന്റ് അടിച്ച് പൊട്ടിച്ച ഗ്രീവിയസ് ഹർട്ട് 326 അട്രാക്ട് ചെയ്ത തരത്തിൽ ഫ്രാക്ചർ ചെയ്ത തരത്തിലുള്ള തെറ്റുകൾ എന്തെങ്കിലും രാഹുൽ മാങ്കൂട്ടം ചെയ്തോ? അപ്പൊ നിങ്ങളുടെ നേതാക്കന്മാർ പറയുന്നതാണ് അത് എല്ലാ തരത്തിലുള്ള അക്രമങ്ങൾക്കും നേതൃത്വം നൽകി എന്നാണ് പറയുന്നത്. ഒരു ഒഴുക്കൻ മറ്റുള്ള പറച്ചില. എന്റെ ചോദ്യം ഇതാണ്, പൊതുമുതൽ നശിപ്പിക്കുന്നതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമെങ്കിൽ മിസ്റ്റർ CPM, കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമുതൽ നശിപ്പിച്ചവനാണ് ശിവൻകുട്ടി. നിയമസഭയ്ക്കകത്ത്, നിയമനിർമ്മാണ സഭയ്ക്കകത്ത് കയറി മുണ്ടും പൊക്കി നിന്ന് അവിടുത്തെ സകലമാന സാധനങ്ങളും തള്ളിയിട്ട് അടിച്ചുടച്ച് ലക്ഷങ്ങളുടെ നഷ്ടം കേരളത്തിലുണ്ടാക്കിയ ശിവൻകുട്ടിയെ ഒക്കെ തിരുത്തി മന്ത്രിയാക്കിയിട്ട് ഗോവിന്ദനും പിണറായി വിജയനും കൂടി യൂത്ത് കോൺഗ്രസ്സുകാരോട് പറയാ പൊതുമുതൽ നശിപ്പിച്ചില്ലേ? എന്ത് മര്യാദയാണ് നിങ്ങൾ പറയുന്നത്? രണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള സർക്കാരുമായി ബന്ധപ്പെട്ടവർക്കെതിരായി അവരുടെ ഡ്യൂട്ടിക്ക് തടസ്സം നിന്നതാണോ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ 1-ാം നമ്പർ വാഹനത്തിന്റെ ഉടമയായ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞ്, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനത്തിനകത്ത് കൂടി കല്ലെറിഞ്ഞ് അദ്ദേഹത്തിന്റെ നെഞ്ചും അദ്ദേഹത്തിന്റെ മുഖവും പൊട്ടിച്ചവർ ആരാണ് കേരളത്തിൽ? ആ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പാർട്ടി ഏതാണ്? നിങ്ങൾ ഇതൊക്കെ അങ്ങ് മറന്നുപോയോ? സമരങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പൊ പുച്ഛമാണോ? ഇനി ചോദ്യത്തിലേക്ക് വരാം. എന്താണ് പ്രശ്നം? നിങ്ങൾ നോക്കൂ ഷാനി, ഞങ്ങളോട് 2 തീവ്രവാദികൾ അറസ്റ്റ് ചെയ്യുന്നത് പോലെയാ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത്. 4 ദിവസത്തെ ഗൂഢാലോചന. ADGP, ഒരു പ്രത്യേകതരം ADGP, അതും സ്വപ്ന സുരേഷിന്റെ കേസിൽ അവിടത്തെ അധികാരത്തിന്റെ ദല്ലാളുമായി ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് പോയവൻ, വാട്സപ്പ് കോൾ വഴി 32 തവണ ദല്ലാളുമായി സംസാരിച്ചു എന്നതിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടവൻ, ആ ADGPയും ഒരു പൊളിറ്റിക്കൽ DGP ഉണ്ട് അവിടെ ഇരിപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞരമ്പ് രോഗത്തിന് ആയുർവേദ ചികിത്സയ്ക്ക് വിട്ടയാള്. മനസ്സിലായില്ലേ? ഈ 2 ആളുകളും കൂടി ചേർന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ തീവ്രവാദിയെ പോലെ വേട്ടയാടാൻ എന്താണ് ഷാനി ഇവിടെ നടന്നിട്ടുള്ളത്? സമരങ്ങൾ ആരെങ്കിലും നടത്തിയിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനെതിരെ ഇപ്പോഴും കേസുകളില്ലേ സമരം നടത്തിയതിന്റെ?
എം വി ഗോവിന്ദനെതിരായി എത്രയോ കേസുകൾ സമരം നടത്തിയതിനുണ്ട്. ഈ ഇരിക്കുന്ന അരുൺകുമാറിനെതിരായി എത്ര കേസുകൾ ഉണ്ടാവും സമരം നടത്തിയതിന്? കഴിഞ്ഞ ദിവസമല്ലേ സ്വരാജിനെയും റഹീമിനെയും ഒരു കൊല്ലത്തും 7,000 രൂപയ്ക്കും ശിക്ഷിച്ചത് പൊതുമുതൽ നശിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് 2014 കേസിൽ? അങ്ങനെയാണോ നിങ്ങൾ ശ്രമിക്കേണ്ടത്? എന്റെ പ്രശ്നം ഇതേ ഉള്ളൂ, ഒറ്റ കാര്യം. ആർഷോയുടെ കേസിൽ നിങ്ങൾ ആലോചിക്കണം, പിന്നെ കേരളത്തിലെ പോലീസുകാരോട് പോയി കക്കൂസ് കഴിവിട എന്ന് പരസ്യമായിട്ട് ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരു പോലീസ് ഫോഴ്സിനെ അപമാനിച്ച ആർഷോയ്ക്ക് ആർപ്പുവിളികളോടെ സ്വീകരണം. മോനെ ആർഷോ, പൊന്നുമോനെ കത്തി താഴെയിറ. യൂണിവേഴ്സിറ്റിയിൽ ഗവർണർക്കെതിരായിട്ട് സമരം ചെയ്ത സഹോദരി അറസ്റ്റ് ചെയ്തപ്പോ മോള് കരയല്ലേ കേട്ടോ, പൊന്നുമോള് കരയല്ലേ, ഇപ്പൊ വീട്ടിൽ കൊണ്ടാക്കി തരാം. ഇതല്ലേ SFIയോടുള്ള സമീപനം? എന്താ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഒരു അതിക്രമത്തിനും കൂട്ടിരുന്നിട്ടില്ല, ഒരു പൊതുമുതലും അടിച്ചു തകർത്തിട്ടില്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥരെയും ആക്രമിച്ചിട്ടില്ല. ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൃശ്യങ്ങൾ കാണിക്കും, മാധ്യമങ്ങളോട് കൂടിയാണ് ഞങ്ങൾ പറയുന്നത്. ഇല്ല, സമരത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. സമരത്തിന് നേതൃത്വം കൊടുത്ത് തന്നെയാണ് നേതാക്കന്മാരുണ്ടാകുന്നത്. ഗോവിന്ദൻ പറഞ്ഞതുപോലെ തന്നെയാണ്, സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തും പ്രതിഷേധങ്ങൾ നടത്തിയും അതുപോലെ തന്നെ ജീവൻ പ്രശ്നങ്ങളെ ഉയർത്തിക്കാട്ടിയും തന്നെയാണ് നേതാക്കന്മാർ ജനാധിപത്യത്തിൽ പ്രവർത്തിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾ കണ്ടെടുത്തിയ കാരണം ഒരു ക്രൈമിലെ 4ാം പ്രതിയാക്കിയതാണെങ്കിൽ നിങ്ങൾ എന്ത് പ്രതിപക്ഷ നേതാവിനെ അറസ്റ്റ് ചെയ്യാത്തത്? 1-2 പ്രതികളെ നിങ്ങൾ എന്തിനാ മാറ്റി നിർത്തിയത്? അതെന്താ? എന്താ ഒരു വ്യതിരിക്തത? ഒരൊറ്റ കാര്യം നിങ്ങൾ ചോദിച്ചുകൊട്ടെ. ഇതേ ദിവസം ഡിസംബർ മാസം 22-ാം തീയതി ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് അടിച്ചു തകർത്തിട്ട് ഒരു നിധിൻ പുല്ലൻ കിടന്ന് അലറി വിളിച്ചല്ലോ. അയാൾ അറസ്റ്റ് ചെയ്തുകൊണ്ടത് പോലീസ് സ്റ്റേഷനിലാക്കിയല്ലോ. CPM-ന്റെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി KS അശോകൻ പരസ്യമായിട്ട് വന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയില്ലേ? അശോകനെതിരെ കേസെടുത്തില്ലേ? അശോകനെ അറസ്റ്റ് ചെയ്തോ? CPM ഗോവിന്ദ അശോകനെ അറസ്റ്റ് ചെയ്തോ? അശോകനെ അറസ്റ്റ് ചെയ്യണ്ടേ? വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യണ്ടേ? ഒരു പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് അറസ്റ്റ് ചെയ്ത ഒരാളിനെ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിച്ച KS അശോകൻ എന്ന് പറയപ്പെടുന്ന CPM-ന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അറസ്റ്റ് ചെയ്തിട്ടില്ല. തീർന്നില്ല, ഏരിയ കമ്മിറ്റി അംഗം ജിൻ ആന്റണി ഇപ്പോഴും തൃശ്ശൂരിലെ ചാലക്കുടിയിൽ കറങ്ങി നടപ്പുണ്ട്. അറസ്റ്റ് ചെയ്തോ? ഇല്ല. ലോക്കൽ കമ്മിറ്റി അംഗം AM ഗോപി പോലീസ് സ്റ്റേഷന് മുമ്പിലൂടെ വാഹനത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഞങ്ങൾ കണ്ടില്ല ഈ തിടുക്കൊന്നും. പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും പ്രതി, അതും പോലീസ് ജീപ്പ് അടിച്ചു തകർത്തിട്ട് നൃത്തം ചെയ്തവനെ നിതിൻ പുലനെ, ആ കേസ് എന്തേ? അങ്ങനെ എന്തെങ്കിലും രാഹുൽ മാങ്കൂട്ടം ചെയ്തോ? ഞങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ ചോദിക്കുകയാണ് ഷാനി. നിങ്ങൾ നോക്ക്, ഒരു SFI നേതാവ് പറഞ്ഞു, ഈ ഒരു വാക്കുപയോഗിച്ചു, എന്നിട്ട് പറഞ്ഞു ഇവരെ പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്നതുപോലെ തല്ലിക്കൊല്ലുമെന്ന് ആക്രോശിച്ച ഒരുത്തരുണ്ടല്ലോ. SFIയുടെ ഒരു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഹസൻ മുബാറക്ക് കേസെടുത്തല്ലോ. അറസ്റ്റ് ചെയ്തോ? അറസ്റ്റ് ചെയ്യണ്ടേ? ഒരു കാര്യത്തിൽ സത്യത്തില് അരുൺകുമാർ വെട്ടിലായി. എന്താ കാര്യം എന്നറിയോ? പോലീസിനെതിരെ പറഞ്ഞാൽ, പോലീസിന്റെ അട്രോസിറ്റി ആണെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പിണറായി വിജയന്റേതാണ് അട്രോസിറ്റി എന്ന് സമ്മതിക്കേണ്ടി വരും. അതല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയുടേതാണെന്ന് സമ്മതിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അരുൺകുമാറിന്റെ പണിയും പോലീസ് അട്രോസിറ്റിക്കെതിരായി അല്ല. ഞാൻ പറയട്ടെ സാർ, പോലീസ് അട്രോസിറ്റിക്കെതിരായി പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭംഗ്യന്തരേണ പറയുകയാണ്, ഞങ്ങളുടെ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത പിണറായി വിജയനില്ലേ, അദ്ദേഹത്തിന് ഈ പണിക്കൊന്നും കൊള്ളില്ലതേ, അദ്ദേഹത്തിന്റെ പോലീസ് ജനാധിപത്യ വിരുദ്ധമാണ് എന്നുള്ളതിന്റെ തുറന്ന് സമ്മതിക്കലാണ്. ഞാൻ SFI തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്, വേണമെങ്കിൽ അരുൺകുമാറിനെ വേണമെങ്കിൽ നോക്കാം. 24 ഡിസംബർ 2023 സാന്ദ്ര ബോസിനെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടാണ്. നോക്കൂ, സാന്ദ്രയെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്ത നടപടി അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധവും. നേരത്തെ ശ്രീ ഗോവിന്ദൻ ഉൾപ്പെടെ ശ്രീ അരുൺകുമാർ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ്, അയ്യോ ഇതൊക്കെ ജനാധിപത്യത്തിൽ സമരത്തിന്റെ ഭാഗമല്ലേ, അത് അങ്ങനെ അങ്ങ് ഉൾക്കൊണ്ടാ പോരെ എന്ന് പറഞ്ഞവർ ഒന്ന് കേട്ടോ. ജനാധിപത്യ വിരുദ്ധമായ അറസ്റ്റ് നടപടി അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധവും മനുഷ്യാവകാശ ലംഘനവുമാണ്. തീർന്നില്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് FIR-ല് 4 മണിക്ക് വീട് വളഞ്ഞ് അന്യായമായി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു സാന്ദ്രയെ. 4 മണിക്ക് വീട് വളഞ്ഞ് അന്യായമായി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. എന്നിട്ടോ ചാലക്കുടി സ്റ്റേഷൻ SI ഉൾപ്പെടെയുള്ളവരുടെ പ്രതികാര നടപടിയാണിത്. കസ്റ്റഡിയിലെടുത്ത സാന്ദ്രയെ മാതാപിതാക്കളെ കാണിക്കാൻ പോലും കൂട്ടാക്കിയില്ല. ഇനി ചാലക്കുടി പോലീസിന്റെ ജനാധിപത്യ സമൂഹത്തിന് യോജിക്കാത്ത മനുഷ്യത്വ വിരുദ്ധമായ നിയമവിരുദ്ധമായ പ്രവൃത്തിയിൽ നിന്നും ജനാധിപത്യ വിശ്വാസികൾ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരണമെന്ന് SFI തൃശൂർ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ജിഷ്ണു സത്യൻ, പ്രസിഡന്റ് വിഷ്ണു R. എന്റെ പൊന്ന് സഹോദര, തൃശൂരിലെ നിങ്ങളുടെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിക്കും പ്രസിഡന്റും നിങ്ങളുടെ പോലീസിനെതിരായി, നിങ്ങളുടെ സഖാവിന്റെ എതിരായി നടന്ന മനുഷ്യാവകാശ ലംഘനത്തിനെതിരായി, നിങ്ങളുടെ സഖാവിനെ അറസ്റ്റ് ചെയ്തതിനെതിരായി, നിങ്ങളുടെ സഖാവിനെ അമ്മയെ കാണിക്കാതെ വീട് വളഞ്ഞ അർദ്ധരാത്രി വീട്ടിൽ കയറി പൊക്കിയതിനെതിരായി
നിങ്ങൾക്ക് പ്രസ്താവന ഇറക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക നിങ്ങളുടെ പിണറായിയുടെ പോലീസിംഗ് പിണറായിയുടെ സ്റ്റേറ്റ് വെൽഫെയർ സ്റ്റേറ്റ് അല്ല പോലീസ് സ്റ്റേറ്റ് ആണെന്ന് തുറന്ന സമ്മതിക്കലാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, നിങ്ങൾ പറഞ്ഞു പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിലൊക്കെ ഞങ്ങൾ പോവാണ്. പൊയ്ക്കോന്നേ, പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിലോ അതിനേക്കാൾ വലിയ പൊയ്ക്കോ. ഏതോ ഒരു നിങ്ങളുടെ ഇവിടെ ആർക്ക് പറഞ്ഞുകൂടാത്ത നിങ്ങളുടെ MLA, അവിടെ കണ്ണൂർ ജില്ലയിലെ ഒരു MLA, അദ്ദേഹത്തിന് പിന്നെ പോലീസ് താങ്കളുടെ പേരെന്താണെന്ന് ചോദിച്ചപ്പോ അന്ന് രാത്രി തന്നെ അദ്ദേഹത്തിന് സ്ഥലം മാറ്റിയല്ലോ. സ്ഥലം മാറ്റിയില്ലേ? തീർന്നില്ലല്ലോ. നിങ്ങൾക്കറിയാം, ഈ ഒറ്റപ്പാലത്ത് നഗരസഭാംഗത്തിനെതിരായി വളരെ മോശമായിട്ടൊരു ആരോപണം വന്നപ്പോ കേസെടുത്ത SI വിപിൻ കെ വേണുഗോപാൽ അദ്ദേഹത്തിനെതിരായി സ്ഥലം മാറ്റിയല്ലോ. അല്ലല്ല സാർ, സ്ഥലം മാറ്റിയല്ല സാർ. എന്തിനാ ഇടയിൽ കയറുന്നത് സാർ? ഞാൻ നിങ്ങളുടെ 16 മിനിറ്റിൽ ഇടയിൽ കയറിയില്ലല്ലോ. നിങ്ങളൊരു നല്ല വക്കീലല്ലേ, നിങ്ങളൊരു മര്യാദക്കൊന്നും ഇരിക്കുന്നത്. അപ്പോ അതാവാം. എന്നാൽ നിങ്ങൾ ജനാധിപത്യപരമായ ഒരു നിങ്ങളുടെ തന്നെ ഒരു വനിതാ സഹോദരിക്കെങ്കിലും നീതി കിട്ടുന്ന തരത്തിൽ പോലീസ് ആക്ട് ചെയ്യാൻ പറയുക. രണ്ടാമത്തെ വിഷയം എന്താണ്? നിങ്ങൾ പറഞ്ഞു അറസ്റ്റ് ചെയ്തപ്പോ ഞങ്ങൾ വ്യാജരേഖകൾ ഹാജരാക്കിയിട്ടില്ല, ഞങ്ങൾ തന്റെ ഇടത്തോടെ. നിങ്ങളുടെ ഒരു പാർട്ടി സെക്രട്ടറി ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ സംസ്ഥാന കമ്മിറ്റി അംഗം ചെന്താരകം, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോ ആംബുലൻസിൽ കയറി ഒരു ഒറ്റ കിടത്തി. പക്ഷേ അതിനെയൊക്കെ ഏറ്റവും അധികം പരിഹസിച്ച ആളാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒരു മിനിറ്റ്, ഞാനതല്ലേ പറഞ്ഞു വരുന്നത്. നെഞ്ചുവേദന അഭിനയിച്ചില്ലല്ലോ. ഏതെങ്കിലും ജാമ്യാപേക്ഷയിൽ നിങ്ങൾ നേരത്തെ നിങ്ങളുടെ വനിതാ സഖാവ് പറഞ്ഞതുപോലെ അവിവാഹിതയാണ് കേട്ടോ, രാഹുൽ മാങ്കൂട്ടം പറയണം അവിവാഹിതനാണ്, ഭാവിയെ ബാധിച്ചു കളയും എന്ന് എവിടെയെങ്കിലും എഴുതി കൊടുത്തോ? നിങ്ങളുടെ സഖാവ് എഴുതി കൊടുത്ത്, നിങ്ങളുടെ മറ്റേ വിദ്യാ സഖാവ് എഴുതി കൊടുത്ത പോലെ എഴുതി കൊടുത്തോ? ഇല്ലല്ലോ. അമ്മയെ കാണാൻ അനുമതി പറയട്ടെ സാർ, അമ്മയെ കാണാൻ അനുമതി മാപ്പപേക്ഷ എഴുതി കൊടുത്തോ? ഇല്ലല്ലോ. ഇല്ല സാർ, ഇല്ല. അവിടെ ഞാൻ പറഞ്ഞുതരാം. മെഡിക്കൽ റിപ്പോർട്ട് എന്താ? അത് തിരുവനന്തപുരത്തെ ഉന്നതമായിട്ടുള്ള ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിന് പോലീസ് മർദ്ദനത്തെ തുടർന്ന്, പോലീസ് അട്രോസിറ്റിയെ തുടർന്ന് ചികിത്സയിലായിരുന്നു എന്നുള്ള രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട്. കോടതി അംഗീകരിച്ചു. ആ ചികിത്സാ രേഖ വ്യാജമാണെന്ന് കോടതി കണ്ടെത്തിയിട്ടില്ല. എന്നിട്ടോ റീ എക്സാമിന് ശേഷം അദ്ദേഹത്തിന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ അയച്ച ഡിസ്ചാർജ് സമ്മറി ഹാജരാക്കി. അതും കോടതി പരിശോധിച്ചു, വ്യാജമെന്ന് പറഞ്ഞില്ല. എന്തേ കോടതി പറഞ്ഞത്? കോടതി പറഞ്ഞത് ഇങ്ങനെയാണ്: നിലവിലുള്ള സാഹചര്യത്തിൽ മെഡിക്കൽ എക്സാമിനേഷൻ മെഡിക്കൽ എയ്ഡും നൽകേണ്ട സാഹചര്യമുണ്ടോ? ഇതാണ് ചോദ്യം. സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നല്ല ചോദ്യം. നിങ്ങൾ തിരുത്തണ്ട. നിലവിൽ കോടതി ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ: ഇദ്ദേഹത്തെ റിമാൻഡ് ചെയ്തതിന് മുമ്പ് അദ്ദേഹം മെഡിക്കലി ഫിറ്റ് ആണോ? ആ മെഡിക്കലി ഫിറ്റ് ആയിക്കൊണ്ട് വീണ്ടും ഫർദർ ചികിത്സയുടെ ആവശ്യമുണ്ടോ? ഫർദർ ചികിത്സയുടെ ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകിൽ മെഡിക്കൽ കോളേജിലെ പീഡ് സെല്ലിലേക്ക്, മെഡിക്കൽ സെല്ലിലേക്ക് മാറ്റും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് പോലീസിന്റെ ബന്ധവസ്ഥയിൽ, മജിസ്ട്രേറ്റിന്റെ ബന്ധവസ്ഥയിൽ ആളിനെ മാറ്റും. അതല്ലേ നടപടി? അത് മാത്രമല്ലേ പ്രശ്നം? അതല്ലാതെ നിങ്ങൾ വളച്ചൊടിക്കുന്ന പോലെ വ്യാജരേഖ ചമച്ചു എന്നൊക്കെ പറയാൻ നാണമില്ല. നിങ്ങളൊരു അഭിഭാഷകനല്ലേ? ഞാനും നിങ്ങളും ആക്സിഡന്റ് കമ്പൂൺ സർട്ടിഫിക്കറ്റും ഡിസ്ചാർജ് സമ്മറിയും OP ടിക്കറ്റ് തമ്മിലുള്ള ഞാൻ വായിച്ചത് മജിസ്ട്രേറ്റിന്റെ ഉത്തരവാണ്. കോടതി കണ്ടെത്തിയോ? കോടതിയിൽ വ്യാജരേഖ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ കുറ്റമാണല്ലോ. നാണമുണ്ട് നിങ്ങൾക്ക്? വ്യാജരേഖയാണെന്ന് നിങ്ങളും നിങ്ങളുടെ പാർട്ടിയും ഇന്ന് വാദിക്കുന്നുണ്ട്. വ്യാജരേഖയാണെന്ന് കോടതിയിൽ കണ്ടെത്തിയോ? ഒറ്റ മിനിറ്റ് ശ്രീ ഷഫീർ, നിങ്ങളുടെ അടുത്ത നടപടി എന്താണ്? ഒരു മിനിറ്റ്. വ്യാജരേഖയാണെന്ന് പറയുന്ന അരുൺകുമാറിനോടും അദ്ദേഹത്തിനെ നിയന്ത്രിക്കുന്ന നിങ്ങളുടെ പ്രിയങ്കരനായ സെക്രട്ടറി ഗോവിന്ദനോടും എന്റെ അഭ്യർത്ഥന: ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റിന് മുമ്പിൽ നിങ്ങളൊരു അപേക്ഷ ഇടുക. രാഹുൽ മാങ്കൂട്ടവും അദ്ദേഹത്തിന്റെ അഭിഭാഷകനും കോടതി ഹാജരാക്കിയത് വ്യാജരേഖയാണെങ്കിൽ കേസെടുക്കാൻ മജിസ്ട്രേറ്റിനോട് നിങ്ങളുടെ പ്രോസിക്യൂഷൻ നിർദ്ദേശിക്കട്ടെ, വെല്ലുവിളിയ. അതല്ലെങ്കിൽ ആ രേഖ വാങ്ങിക്കൊണ്ട് നിങ്ങളുടെ ഈ പറയപ്പെടുന്ന വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിനായി കേസെടുക്കട്ടെ. അന്തസ്സും തന്റെ ഇടവും ഉണ്ടെങ്കിൽ ആ രേഖ വ്യാജരേഖയാണെന്ന് ഗോവിന്ദനും അരുൺകുമാറും തെളിയിക്കട്ടെ, വെല്ലുവിളിയ. ഇത് കുറിച്ചു വെച്ചോ. രണ്ടാമത്തെ കാര്യം, ഓവർട്ട് ആക്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ ഷാനിക്ക് തന്നെ അതിന്റെ മനസ്സിലായിട്ടുള്ളത് അറിയില്ല. എന്താണ് ഓവർട്ട് ആക്ട്? 3 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ 10 പ്രതികൾ ഒരുമിച്ച് ചേർന്ന് ഒരു കേസ് അടക്കുമ്പോൾ എല്ലാവരെയും കൂടി യോജിപ്പിക്കാൻ ജോയിന്റ് ലയബിലിറ്റി എന്നാണ് നിയമത്തിൽ പറയുക. അതില് ഓരോരുത്തരും എന്തെന്ത് പ്രവൃത്തി ചെയ്തു, ആക്രമിക്കപ്പെട്ടവനെതിരായി ഓരോരുത്തരും പ്രവൃത്തികൾ കൃത്യമായി ചെയ്തു എന്ന് പറയുന്ന ഭാഗമാണ് ഓവർട്ട് ആക്ട്. രാഹുൽ മാങ്കൂട്ടം ഏതെങ്കിലും പോലീസുകാരനെ അടിച്ചതായിട്ട് ഓവർട്ട് ആക്ട് ഉണ്ടോ? അരുൺകുമാറെ, രാഹുൽ മാങ്കൂട്ടം ഏതെങ്കിലും പൊതുമുതൽ നശിപ്പിച്ചതായി ഏതെങ്കിലും രേഖയിൽ ഓവർട്ട് ആക്ട് ഉണ്ടോ? ഏതെങ്കിലും പ്രോസിക്യൂഷൻ കേസിൽ
സ്പെസിഫിക്കായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഏതെങ്കിലും ഒരു കേസ് Okay. ഒരു സെക്ഷൻ നിൽക്കുന്ന ഓവർ ടാക്ട് കാണിച്ചു തരാൻ പറ്റോ? ഇല്ല.